ഇൻസ്റ്റാഗ്രാമിൽ കോപ്പിറൈറ്റ് ഒക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോലെ തന്നെ കോപ്പിറൈറ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോസ്, അതായത് ഇതിൽ അലൗഡ് ആയിട്ടുള്ള ഇതിൽ നിന്ന് തന്നെ മ്യൂസിക് ആഡ് ചെയ്യുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ടാകത്തില്ല. അല്ലാതെ നമ്മൾ പുറത്തു നിന്നുള്ള മ്യൂസിക്കോ മറ്റുള്ളവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ കൊണ്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്താൽ നമ്മുടെ വീഡിയോസിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. റീച്ച് ഉണ്ടാകത്തില്ല, വ്യൂസ് ഉണ്ടാകത്തില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോഴെങ്ങനെയാണ് അതൊന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഒരു 3 വര ഇല്ലേ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ഈ സെർച്ചിൽ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അക്കൗണ്ട് എന്ന് അടിക്കുമ്പോൾ തന്നെ വരും അക്കൗണ്ട് സ്റ്റാറ്റസ്. അത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പൊ എൻ്റേത് ഇങ്ങനെയാണ് വന്നത്. ഇതിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഈ ഒരു പേജ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയത്. എൻ്റെതിലെല്ലാം പച്ച ടിക്ക കിടക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ മറ്റേ ചുമന്ന ഇൻഡു ആയിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയാൽ ഇവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. നമുക്ക് അത് എടുത്തിട്ട് ആ ഒരു റീല് വല്ലതും ഇട്ടതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിന്റെ കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങൾ മാറും. മിസ് ടു യുവർ റീച്ച് എന്നുള്ള ഇത് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റീച്ചിനെ അത് അഫക്റ്റ് ചെയ്യും. ഇത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഓക്കെ ആകും.